സിൻസിയറായിട്ട് ജെന്യൂൻലി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ പ്രേക്ഷകരും ആ ഒരു സിൻസിയറിറ്റി ഓൺ സ്ക്രീനിൽ ഫീൽ ചെയ്യുമായിരിക്കും. അപ്പൊ ആ സിൻസിയറിറ്റി ഫീൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഓക്കെ ഇവരെന്തോ സിൻസിയറായിട്ട് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു, അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്നോട് കുറച്ച് എഫേർട്ട് ഇട്ട് അത് ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാനും അതിലേക്ക് ഇൻവോൾവ് ആവാനും കൂടെ ശ്രമിക്കാം എന്നൊരു വോളണ്ടറി ആയിട്ടുള്ളൊരു താല്പര്യം പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നും കൂടി ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥനയും അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് എനിക്ക് ശ്രമിച്ചു നോക്കിയത്. അത് ഇപ്പോ വരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് അത് ആക്ച്വലി അതൊന്ന് ഫുൾഫിൽ ആയ രീതിയിലുള്ളൊരു റെസ്പോൺസ് ആണ് കിട്ടണത്. അപ്പൊ അതിൽ വലിയ സന്തോഷം. താങ്ക്സ് ടു ദ ഓഡിയൻസ് കൂടെ നിന്നതിന്. നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തണം, അല്ലെങ്കിൽ എത്രത്തോളം അഡ്വഞ്ചറീസ് ആവണം, അല്ലെങ്കിൽ എന്റെ കഥാപാത്രം ഇതേപോലെ പ്രേക്ഷകരിലേക്ക് ഓർക്കണം എന്ന് വിചാരിക്കാൻ ഓരോ ആർട്ടിസ്റ്റും ചെയ്യുന്നത്. അപ്പം അതേപോലെ റിസ്ക് എലമെന്റ്സ് ഉള്ളതും ഞാൻ റിസ്ക് എടുക്കണം എന്ന് വിചാരിക്കുന്ന സിനിമകൾ ഉണ്ടാവും. അല്ലെങ്കിൽ കുറച്ച് റിസ്ക് ഇപ്പൊ ഞാൻ സേഫ് ആണ്, അല്ലെങ്കിൽ റിസ്ക് കുറച്ചുള്ള കഥാപാത്രങ്ങൾ മതി, ഇതേപോലത്തെ കഥാപാത്രങ്ങൾ പ്രേക്ഷകർ സ്വീകരിക്കും എന്ന സ്റ്റേജിൽ നിൽക്കുമ്പോൾ അപ്പം ഇതിലെ ഇവർ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഒരുപാട് റിസ്കുകൾ എടുത്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഇത് ബർത്താണ് എന്ന് തോന്നിയൊരു മൂമെന്റ് ആണ്. ഉറപ്പായും അത് ഇവരെന്നെ വിളിക്കുന്നത് തന്നെ ആ ഒരു ഞാൻ ആ സ്ക്രിപ്റ്റിനെ കേൾക്കാൻ പോകുന്നതിന് മുന്നേ, ഞാൻ വായിക്കുന്നതിന് മുന്നേ തന്നെ എന്റെ 50% എനിക്കിത് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ പോയൊരു ക്രൂ ആണ് ഇവര്. അപ്പം ചെന്നപ്പോ തന്നെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു, ചേട്ടാ വേഗം വായിക്കാം എന്നുള്ള ആ ഒരു ഇതിലാണ് ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തത്. അപ്പൊ വായിച്ചു തുടങ്ങിയപ്പോ ഇതിപ്പം നിങ്ങൾ സിനിമ എത്ര പേരൊന്ന് കണ്ടു എന്ന് എനിക്കറിയില്ല ഇപ്പൊ, പക്ഷെ സിനിമ കാണുമ്പോൾ നമുക്കൊരു ബ്യൂട്ടി അല്ലെങ്കിൽ എന്താ പറയാ ഈ ക്യാരക്ടറിന്റെ ഒരു ആർക്ക്, നായ്ക്കളുടെ രീതി, ഇതെല്ലാം ഭയങ്കര ക്ലാരിറ്റി ആയിട്ട് ബാബുലേട്ടനെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റേ മേക്കിങ്ങിൽ പിടിക്കാം എന്നുള്ള ഒരു പരിപാടിയല്ല, നമുക്ക് വായിക്കുമ്പോൾ തന്നെ കൃത്യമായി ഇതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മുടെ ഇമാജിനേഷനിൽ വരും. അതുകൊണ്ടാണ് ഷാഫിക്ക് നേരത്തെ പറഞ്ഞത് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെ നടപ്പിലാവും എന്നുള്ള കാര്യം വരെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് ആണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു സീൻ വരിക, ബാക്കി നമ്മൾ അപ്പം ചിന്തിക്കുന്നതാണെങ്കിൽ ആ സമയത്ത് എന്തൊക്കെയാണോ അവൈലബിലിറ്റി ആ സാഹചര്യത്തിൽ ഉണ്ടാവുക, ആ വണ്ടി അല്ലെങ്കിൽ എന്താണെങ്കിലും ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ആ ഒരു സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ആ ഒരു സീൻ കുറച്ചുകൂടെ വലുപ്പമാവാം, അങ്ങനെ സംഭവിക്കാം. പക്ഷെ ഇതിൽ അങ്ങനെയില്ല, ഇതിന് കൃത്യമായ ഒരു ക്ലാരിറ്റി ഫ്രം ദ വെരി ബിഗിനിങ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ടു ദ എൻഡ് വരെ പോയിട്ടുള്ളത്. കാര്യം നമുക്ക് ഓൺ ദ വേ ഒരുപാട് കാര്യങ്ങൾ മാറ്റാനോ ട്വീക്ക് ചെയ്യാനോ അങ്ങനെയൊന്നും ഒരു സ്കോപ്പും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നില്ല. കാര്യം അത്രയും ക്ലാരിറ്റിയോടെ തന്നെ അപ്രോച്ച് ചെയ്തൊരു സിനിമയാണ്. അപ്പൊ വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ